പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ കോൺഗ്രസ് ഊന്നുകൽ സ്റ്റേഷന് മുമ്പിൽ പ്രകടനവും ധർണയും നടത്തി. കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ കലാരാജു ആയിരുന്നു ഉദ്ഘാടക. പോലീസിന്റെ ക്രൂര നടപടികൾ അവസാനിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചവരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയാണ് ഊന്നുകല്ലിൽ പ്രകടനവും ധർണയും നടത്തിയത്. ധർണ കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ കലാരാജു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. സൈജൻ ചാക്കോ, നജീബ്, ഹാൻസി പോൾ, ഡയാന നോബി, ബെന്നി പോൾ, ജോളി മങ്ങാട്ട്, അനസ് മുഹമ്മദ്, ഷെജീല ജിയാസ്, ജിംസിയ ബിജു, മേഘ ഷിബു, വർഗീസ് കൊന്നനാൽ, ജോബി ജേക്കബ്, ജെയ്മോൻ ജോസ്, PM സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് PSA കബീർ സ്വാഗതവും ടോമി ആനിത്തോട്ടം കൃതജ്ഞതയും പറഞ്ഞു. അത്തരത്തിൽ ഇരകളാക്കപ്പെട്ടവരുടെ ഭാഗത്താണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഭരണകൂടവും പറയാനോ തയ്യാറാകാത്ത സഖാവ് പിണറായി വിജയൻ ഒരു നിമിഷം പോലും ഈ ആഭ്യന്തര വകുപ്പിൽ ഭരിക്കുവാനോ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുവാനോ അർഹതയില്ല എന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ രാജിവെക്കണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. കാരണം തല്ലുകൊള്ളുന്നവരിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉള്ളതുപോലെ തന്നെ പാർട്ടി സഖാക്കന്മാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GTV ന്യൂസ് കവളങ്ങാട്.